الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആത്യന്തികമായ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുള്ള ശ്രദ്ധയുണ്ടാകണമെന്ന്, സൂക്ഷ്മതയുണ്ടാകണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. غلط الطبيب علي غلطة مورد عجزت موارده عن الإصدار والناس يلحون الطبيب وإنما غلط الطبيب إصابة الأقدار. ഇസ്ലാമിക ചരിത്രത്തിലെ അബ്ബാസി ഭരണകാലത്ത് ജീവിച്ചിരുന്ന വിഖ്യാതനായ അറബി കവിയായിരുന്നു ഇബ്നു റൂമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അലി ഇബ്നുൽ അബ്ബാസ്. അദ്ദേഹം ആക്ഷേപകാവ്യങ്ങളിൽ ആണ് ഏറ്റവും കൂടുതലായി ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ
ഭരണാധികാരികളടക്കം അദ്ദേഹത്തിന്റെ ആക്ഷേപകാവ്യങ്ങൾക്ക് വിധേയരാകാത്തവർ വിരളമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ നോട്ടപ്പുള്ളിയായിരുന്നു അദ്ദേഹം എന്നുമാണ് പറയപ്പെടുന്നത്. അതങ്ങനെ മുന്നോട്ട് പോയി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒടുവിൽ അബ്ബാസി ഖലീഫയായിരുന്ന മുഅ്തദിദിന്റെ വസീർ മന്ത്രി അൽ ഖാസിം ഇബ്നു വഹബ് എന്നയാൾ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് ഇബ്നു റൂമിയെ കൊല്ലുകയാണ് ചെയ്തത്. മരണത്തിന് കാരണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഖാസിം ഇബ്നു വഹബിന്റെ മജ്ലിസിൽ എത്തിയ ഇബ്നു റൂമിക്ക് നേരത്തെ ഭക്ഷണം സെർവ് ചെയ്യുന്ന പരിചാരകനോട് ചട്ടം കെട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മധുരപലഹാരത്തിൽ വിഷം പൊതിഞ്ഞ് ഇബ്നു റൂമിക്ക് നൽകപ്പെട്ടു. അദ്ദേഹം അത് കഴിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഈ വിഷം ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. എന്നല്ല, താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, തനിക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നിരിക്കുകയാണ് ബോധപൂർവം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അയാൾ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പുറത്തേക്കിറങ്ങി. പുറപ്പെട്ടു തുടങ്ങിയ ഇബ്നു റൂമിയോട് ഖാസിം ഇബ്നു വഹബ് ഇലാ ഐൻ, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഇബ്നു റൂമി പറഞ്ഞു, ഇലൽ മക്കാനില്ലദീ ബഅസ്തനി ഇലൈഹി, നീ എന്നെ എങ്ങോട്ട് അയക്കാനാണോ തീരുമാനിച്ചതും ചട്ടം കെട്ടിയതും അങ്ങോട്ടേക്ക് തന്നെ. അഥവാ നീ എന്നെ പരലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചതല്ലേ, അപ്പൊ അങ്ങോട്ടാണ് എന്ന് തന്റെ ആക്ഷേപ വർത്തമാനങ്ങളിൽ ഒട്ടും കുറവ് വരാതെ ഇബ്നു റൂമി പറഞ്ഞു. അപ്പൊ ഖാസിം ഇബ്നു വഹബ് സല്ലിം അലാ വാലിദൈ എന്ന് പറഞ്ഞു എന്നാണ്. നയ്യ അവിടെ എത്തിയാല് നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് സലാം പറയണം കേട്ടോ എന്നാണ് പറഞ്ഞത്. ഖാസിം ഇബ്നു വഹബിന്റെ മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടു പോയവരെ. അപ്പൊ ഇബ്നു റൂമി അതിനോട് പ്രതികരിച്ചത് മാ ത്വരീഖി ഇലന്നാർ, അതിന് ഞാൻ നരകത്തിലേക്കല്ല പോകുന്നത് എന്നാണ്. മരിക്കുന്നതിന് മുമ്പ് തന്റെ മരണത്തെക്കുറിച്ച്, മരണത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് ഇബ്നു റൂമി രേഖപ്പെടുത്തിയ വരികളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, വിഷബാധയേറ്റ് അദ്ദേഹം അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ഡോക്ടർക്ക് പിഴവ് പറ്റുകയും ആ പിഴവിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ്. ആ പശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്, ഡോക്ടർക്ക് എന്റെ കാര്യത്തിൽ തെറ്റുപറ്റി, എന്നെ ചികിത്സിക്കുന്നതിൽ ഡോക്ടർക്ക് തെറ്റുപറ്റി. അത് ഈ ഒട്ടകങ്ങളെയൊക്കെ തളിച്ച്
വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു ഇടയന് പറ്റിയ തെറ്റുപോലത്തെ ഒരു തെറ്റാണ്. ഇടയന് ഒട്ടകങ്ങളെ തളിക്കുന്നതിൽ സാമർഥ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്കതിൽ തെറ്റുപറ്റിയാൽ ഒട്ടകങ്ങളെ തളിച്ച് അങ്ങോട്ട് ജലാശയങ്ങളിലേക്ക് ഇറങ്ങിയാൽ പിന്നീട് അവയെ തിരിച്ചു കയറ്റാൻ അയാൾക്ക് കഴിയില്ല. അതിന്റെ ഫലം ജലാശയങ്ങളിൽ വലിയ ജലമുള്ള വലിയ അളവിൽ വെള്ളമുള്ളതാണെങ്കിൽ ഒട്ടകങ്ങൾ പിന്നീട് അത് മുങ്ങിച്ചാകാനും നശിക്കാനും കാരണമാവുകയാണ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഉപമയാണ് അദ്ദേഹം തന്റെ ഡോക്ടർക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വന്നാസു യൽഹൗന ത്വബീബ്, ആളുകളൊക്കെ ഡോക്ടറെ പഴിക്കുകയാണ്, ഡോക്ടറെ കുറ്റപ്പെടുത്തുകയാണ് തെറ്റുപറ്റിയതിൽ. പക്ഷേ വഇന്നമാ ഗലതു ത്വബീബി ഇസാബത്തുൽ അഖ്താർ, യഥാർത്ഥത്തിൽ ഡോക്ടറുടെ തെറ്റ് ഡോക്ടറുടെ തെറ്റല്ല, മറിച്ചത് അള്ളാഹുവിന്റെ ഖദർ തെറ്റാതിരിക്കാൻ, ഖദർ ശരിയായി സംഭവിക്കാൻ ഡോക്ടർക്ക് തെറ്റുന്നതാണ്. അഥവാ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നത് അത് ഡോക്ടറുടെ പിഴവ് കൊണ്ട് ആണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ചികിത്സാ പിഴവ് കൊണ്ടോ ചികിത്സ കിട്ടാത്തത് കൊണ്ടോ മരുന്ന് മാറിയത് കൊണ്ടോ ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒക്കെയാണ് മരണം സംഭവിക്കുന്നത് എന്ന് തോന്നിയാലും അതിന്റെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല. നമ്മൾ കാണുന്ന കാരണങ്ങൾക്ക് തെറ്റുപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖദർ കടന്നു വരുമ്പോൾ അത് തെറ്റിപ്പോകുന്നതാണ്. കാരണം ഖദറിന് തെറ്റാനാവില്ല, അള്ളാഹ് നിശ്ചയിച്ച വിധിക്ക് മാറ്റമില്ല. ആ ഖദർ ശരിയാവൽ അനിവാര്യമാണ്. അതിനെ മറികടന്ന് ഒരാൾക്കും മുന്നോട്ട് പോവുക സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. പല സാഹചര്യങ്ങളും മുൻനിർത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ നടത്തുന്നത്. നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള 2 മരണങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഹിജ്റ വർഷം 1447 അവസാനത്തെ മാസമായ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. വളരെ വൈകാതെ തന്നെ ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളെ മുൻനിർത്തി അതിനിടക്ക് വലിയ ആരവങ്ങൾ ഉയർത്തി ഒരു ലോകകപ്പിന്റെ സീസൺ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ കളിയും കാര്യവും ഒക്കെയുള്ള ഒരു ജീവിതത്തിനിടയിൽ ചില സന്ദർഭങ്ങളിൽ ചില ഗൗരവതരമായ ആലോചനകൾ നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ച്, യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കെണിയിലകപ്പെട്ടു പോകും, നമ്മൾ അബദ്ധത്തിൽ പെട്ടുപോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതം മരണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, അവൻ യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ അവനെ ഭയപ്പെടുത്തുകയോ ആശങ്കപ്പെടുത്തുകയോ അവൻ ഗൗരവത്തിൽ സമീപിക്കുകയോ ഒക്കെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും ധാരാളമായിട്ട് സംസാരിച്ചു. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ, ഒന്നാമതായി ആദ്യത്തെ മനുഷ്യർ ആദമിനെയും ഹവ്വയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച് ഒരു പരീക്ഷണത്തിന് വിധേയരാക്കിയതിന് ശേഷം
ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്ന, ജീവിക്കാൻ പറഞ്ഞുവിടുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ഹബിതു ബഅദുകും ലിബഅദിൻ അദുവ്വുൻ വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. നിങ്ങൾ ഇനി ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക. അവിടെ ആ ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനും നിശ്ചിതമായ ഒരു സമയം വരെ ആ ജീവിതത്തിന് ആവശ്യമായ വിഭവത്തിനും ഉള്ള സാഹചര്യങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖാല ഫീഹാ തഹ്യൗ, അവിടെയാണ് നിങ്ങൾ ജീവിക്കുക, ആ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുക. വഫീഹാ തമൂതൂൻ, അവിടെയാണ് നിങ്ങൾ മരിക്കുക. വമിൻഹാ തുഖ്റജൂൻ, അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ഒരാകത്തുകയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ ഇലാഹീൻ, ഒരു സമയം വരെ, ആ സമയം ഖദറിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അതുവരെ ജീവിക്കും, എന്നിട്ട് മരിക്കും. ഫമാദാ ബഅദൽ മൗത്ത്, ഓക്കെ, അത് രണ്ടും നമുക്ക് ഓക്കെയാണ്. അത് രണ്ടും നമുക്ക് അനുഭവമുള്ളതാണ്, നമുക്ക് ഉറപ്പുള്ളതാണ്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി നമുക്ക് നിരാകരിക്കാനും നിഷേധിക്കാനും പറ്റാത്തതാണ്. പക്ഷെ മരണത്തിന് ശേഷം എന്ത് എന്നത് നമുക്ക് അനുഭവമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നേരിട്ടുള്ള നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് വളരെ ഗൗരവമുള്ള ആലോചനയാണ്. അതിലേക്കുള്ള സൂചനയാണ് വമിൻഹാ തുഖ്റജൂൻ, വീണ്ടും ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കപ്പെടും, വീണ്ടും നിങ്ങൾക്ക് ജീവിതം ഉണ്ടാകും എന്നത്. മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാന്റെ സുന്നത്ത്, അള്ളാന്റെ ഖദർ എന്നൊക്കെ പറയുന്നത് വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരാൾക്കും അള്ളാന്റെ അനുമതിയില്ലാതെ മരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. കിതാബൻ മുഅജ്ജല, അത് അവധി നിശ്ചയിക്കപ്പെട്ട ഒരു നിയമമാണ്. അള്ളാന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെട്ട നിയമമാണ്. ഒരാൾക്കും തന്റെ അവധി എത്താതെ, അള്ളാന്റെ അനുമതിയില്ലാതെ ഒരാളും മരിക്കുന്നില്ല എന്നാണ്. വമൻ യുരിദ് സവാബദ് ദുനിയാ നുഅ്തിഹി മിൻഹാ, അങ്ങനെ ജീവിതം മുതൽ മരണം വരെ കഴിഞ്ഞുകൂടുന്ന ഒരാൾ ദുനിയാവ് ആഗ്രഹിച്ചാൽ അതിൽ നിന്ന് കുറച്ചൊക്കെ നാം അവന് കൊടുക്കും. വമൻ യുരിദ് സവാബൽ ആഖിറതി നുഅ്തിഹി മിൻഹാ, പരലോകം ആഗ്രഹിക്കുന്നവന് അതും കൊടുക്കും. വസനജിസി ശാകിരീൻ, നന്ദിയോടെ ജീവിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകും എന്നുമാണ്. മറ്റൊരായത്തിൽ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, മനുഷ്യരൊരായുസ്സുള്ളതുപോലെ പ്രപഞ്ചത്തിന് ഒരായുസ്സുണ്ട് എന്നതാണ്. മനുഷ്യർ ഒന്നുകിൽ അവരുടെ ആയുസ് തീരുമ്പോ മരിച്ചു പോകും ഈ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ആയുസ് തീരും. അതെപ്പോഴാണ്? ആ സമയം എപ്പോഴാണ്? ഭൂമിയുടെ ആയുസ് തീരുന്ന ആ സമയം എപ്പോഴാണ് എന്നതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, മഴ വർഷിപ്പിക്കുന്നതും അതിന്റെ വിവരവും അതിന്റെ അറിവും അള്ളാന്റെ അടുത്ത് മാത്രമാണ്. നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണിത്. എപ്പോഴാണ് മഴ പെയ്യുക എന്നത് നമ്മുടെ ആരുടെയും പരിധിയിലല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് അലർട്ട് വരുന്ന ദിവസങ്ങളിലൊന്നും സമയത്തൊന്നും മഴ പെയ്യുന്നില്ല. കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചപ്പോൾ പലപ്പോഴും കുട്ടികൾ പൊരി വെയിലുള്ള ദിവസങ്ങളിൽ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അള്ളാന്റെ അടുത്താണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ എന്താണ് ജനിക്കുന്നത്, എന്താണ് വളരുന്നത്, അതേത് പ്രകൃതമുള്ളതാണ്, ആണോ പെണ്ണോ
ഏതൊക്കെ ഗുണവിശേഷങ്ങളുള്ളത് എന്നതൊക്കെ അള്ളാന്റെ മാത്രം അറിവിൽപ്പെട്ടതാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ തനിക്ക് എന്താണ് ജീവിതത്തിൽ കിട്ടാനുള്ളത് എന്നതിനെ കുറിച്ച് ഒരാൾക്കും അറിയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് മണ്ണിൽ ഏത് സ്ഥലത്ത് എവിടെ വെച്ച് ആണ് മരിച്ചു പോവുക എന്നും ഒരാൾക്കും അറിയാൻ കഴിയില്ല എന്നതാണ്. അപ്പൊ ഇതൊക്കെ ഖദറിന്റെ തീരുമാനപ്രകാരം മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ സുരക്ഷാ ഭിത്തികളെയും മനുഷ്യൻ കാവലായി, തന്റെ ജീവിതത്തിന് കാവലായി കരുതുന്ന, പ്രതിരോധമായി കാണുന്ന എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് ആ ഖദർ കടന്നു വരും എന്നതാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തേ ചെയ്യാനുള്ളൂ? എപ്പോഴും കടന്നു വരാവുന്ന സുരക്ഷാ ഭിത്തികൾ ഭേദിച്ച് പാറാവുകാരെ മറികടന്ന് നമ്മൾ ഒരുക്കുന്ന നമ്മുടെ ശരീരത്തിന്റെയും ജീവന്റെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള രക്ഷാകവചങ്ങളെ തകർത്തെറിഞ്ഞ് അള്ളാന്റെ ഖദർ കടന്നു വരുമ്പോൾ ഒരുങ്ങിയിരിക്കുക എന്നത് മാത്രമാണ് ബുദ്ധിപരമായി സ്വീകരിക്കാവുന്ന നിലപാട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാത്ത്, അതുകൊണ്ട് അള്ളാന്റെ ആ ഖദർ കടന്നു വരുമ്പോ അത് കടന്നു വരും വരെയും നിങ്ങൾ ശരിയായ വിധത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊള്ളുവിൻ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മരണത്തിന്റെ മേൽ ഖദറിന് മേൽ ഒരു നിയന്ത്രണവും ഒരു മുൻസൂചനയും നിങ്ങൾക്ക് കിട്ടുകയില്ല. ആകെ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന നിലപാട് സൂക്ഷ്മത പുലർത്തുകയും ഉറപ്പായിട്ടും ഞാൻ മുസ്ലിമായിട്ടാണ് മരിക്കുക എന്നുറപ്പുവരുത്താനുള്ള ജാഗ്രത പുലർത്തുകയും ചെയ്യുക എന്ന് മാത്രമാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ കാര്യങ്ങളെ മുൻനിർത്തിയാൽ ജീവിതത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയി ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഒരു വർഷം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെക്കൂടി അതിന്റെ അർത്ഥം ഈ ഭൂമിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നമുക്കും അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാന്റെ ഖദാഇൽ അനുവദിക്കപ്പെട്ട ഒരു വർഷം നമുക്ക് നഷ്ടമായിരിക്കുന്നു, അത് കടന്നുപോയിരിക്കുന്നു എന്നത് മാത്രമാണ് അത് നൽകുന്ന സൂചന. നമ്മുടെ ആയുസ്സിൽ നിന്ന്, ഈ ഭൂമിയുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നുപോയിരിക്കുന്നു എന്നത് മാത്രമാണ്. ഒരു പുതിയ വർഷം കടന്നു വരുന്നു എന്ന് വരുമ്പോൾ ആകെക്കൂടി നമുക്ക് ചെയ്യാവുന്നത്, അതിൽ നിന്ന് നമുക്ക് ഒരു വർഷം തികച്ചു കിട്ടുമോ, പകുതി മാസങ്ങളെങ്കിലും കിട്ടുമോ, ഒരു മാസം പോലും തികച്ചു കിട്ടുമോ, ഒരു ദിവസം തികച്ച് 1448 ഹിജ്റ വർഷത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് തിട്ടമില്ല, ഒരു ഗ്യാരണ്ടിയും നമുക്ക് ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഏത് വർഷത്തിലേത് എന്ന് പരിഗണിക്കാതെ ജീവിതത്തിൽ കിട്ടിയ സന്ദർഭത്തെ, കിട്ടിയ അവസരത്തെ ഉപയോഗിക്കുക എന്നിടത്താണ് നമുക്ക് ബുദ്ധിയും വിവേകവും ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മുന്നിലേക്ക് ആലോചിക്കുമ്പോൾ ഹിജ്റയെക്കുറിച്ചും മുഹറത്തിനെ കുറിച്ചും മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ചുമൊക്കെയുള്ള സ്മരണകൾ ഒരു പുതിയ ഹിജ്റ വർഷം കടന്നു വരുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ്. ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭയാശങ്കകളുള്ള അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അന്തർദേശീയ സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ ദേശീയ സാഹചര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉള്ള സാഹചര്യങ്ങൾ ഒന്നും ശുഭപ്രതീക്ഷകൾ നൽകുന്നതല്ല, ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നതല്ല എന്നത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോഴും അള്ളാഹുവിന്റെ ഖദാഇൽ, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസികളെ കാത്ത് തുറസ്സുകൾ
ഇനിയും ബാക്കിയുണ്ട്. അതല്ല, വിശ്വാസികൾക്കായി തുറക്കപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ നല്ല ജീവിതത്തിന്റെ ശുഭസൂചനകളുണ്ട് എന്നതാണ് ഹിജ്റയും മുഹറമും. ആ മുഹറമത്തിന്റെ ഏറ്റവും ചരിത്രപരമായ പ്രത്യേകതയായ മൂസാ നബി അലൈഹിസ്സലാമയുടെയും ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെയും വിമോചനവും ഒക്കെ പങ്കുവെക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടി വായിക്കുക. ഇപ്പൊ ദുനിയാവ് അള്ളാന്റെ ഒരു ഖദറിൽ അതങ്ങനെ മുന്നോട്ട് പോകും. അതിൽ നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴും ഖദർ എല്ലാറ്റിനെയും തട്ടിത്തെറിപ്പിച്ച്, ജീവിതത്തിലുള്ള എല്ലാ സൗകര്യങ്ങളെയും തെറ്റിത്തെറിപ്പിച്ച്, നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും തട്ടിത്തെറിപ്പിച്ച്, നിലച്ചിരിക്കാത്ത വേളയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തിരിക്കുമ്പോൾ അള്ളാന്റെ ഖദർ കടന്നു വരുമെന്നും ആ ഖദർ കടന്നു വരുമ്പോഴേക്ക് ആ നിമിഷം മുസ്ലിമായിട്ടാണ്, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയിട്ടാണ് ഞാനുള്ളത് ഈ ഭൂമിയോട് വിട പറയുമ്പോൾ, അങ്ങനെ റഹ്മത്തിന്റെ മാലാഖമാരാൽ ഏറ്റുവാങ്ങപ്പെട്ട ഒരു റൂഹുമായി അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫൻപുടവയിൽ പൊതിഞ്ഞ് കർപ്പൂരത്തിൽ കുളിപ്പിച്ച് അള്ളാഹുവിന്റെ അടുക്കലേക്ക് 7 ആകാശങ്ങളും കടന്നു ചെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട് അള്ളാഹു തൃപ്തി രേഖപ്പെടുത്തി പുതിയ ഒരു ജീവിതഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആളുകളാണ് നമ്മൾ എന്ന ഗൗരവ വിചാരം നമുക്കുണ്ടാവുക. അള്ളാഹുവിൽ പ്രതീക്ഷ പുലർത്തുക, അള്ളാഹുവിന് വിധേയപ്പെടാനും അള്ളാഹുവിന് ജീവിതം സമർപ്പിക്കാനുമുള്ള സന്നദ്ധത എന്നത്തെക്കാളും ഉപരി നമ്മളിൽ ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على سيدنا وحبيبنا وقائدنا ومعلمنا ومرشدنا رسولك محمد وعلى آله وأصحابه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعزنا بالإسلام وأعز الإسلام بنا. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين يا ذا الجلال والإكرام. برحمتك نستغيث. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. اللهم انصر إخواننا المظلومين المضطهدين في كل مكان في العالم يا رب العالمين. اللهم انصرهم في غزة. اللهم انصرهم في الضفة الغربية. اللهم انصرهم في إيران. اللهم انصرهم في سوريا. اللهم انصرهم في لبنان. اللهم انصرهم في كل مكان في العالم يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.